ഞാൻ വേറൊന്നുമല്ല, ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഈ സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എന്നെ GCDA കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമാണ് മീറ്റിംഗിൽ വിളിച്ചിരിക്കുന്നത്. നിലവിലെ MLA എന്ന നിലയിൽ എനിക്ക് ആദ്യ തൊട്ട് തന്നെ ആ ഒരു ക്ഷണം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ GCDA എന്നെ ഇപ്പോഴാണ് ഗവൺമെന്റ് ഓർഡർ വന്നത് എന്നാണ് പറഞ്ഞത്. ശരിക്കും നമ്മൾ എക്സ്പാക്ടോ മെമ്പറാണ് എന്നുള്ളതാണ് അതിന്റെ റൂൾസ് അനുസരിച്ച് കാണുന്നത്. പക്ഷെ എന്നെ ഒരു പരിപാടിക്ക് പോലും അല്ലെങ്കിൽ ഒരു മീറ്റിംഗിന് പോലും എന്നെ ക്ഷണിച്ചിട്ടില്ല. ലാസ്റ്റ് ഒരു മീറ്റിംഗിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഈ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ഉത്തരവാദി എന്ന് ചോദിക്കുകയും അന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതൊരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഡ്യൂട്ടി അസൈൻ ചെയ്യാറില്ല. ഇവര് രാത്രി, അതായത് തലേദിവസം വൈകുന്നേരം 6 മണിവരെ ഈ ടെമ്പററി സ്റ്റേജ് പണിതിട്ടില്ല, അതിനുശേഷമാണ് പണിതത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള വീഴ്ചകൾ വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല നമ്മളുടെ കേരളം മുഴുവൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. മെസ്സിയെ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ജീവിതാഭിലാഷമായിട്ട് എല്ലാവരും അത് ഏറ്റെടുക്കും. അതുകൊണ്ട് കാണാൻ വരും എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രിക്കോഷൻ എടുക്കണം എന്ന് ഞാൻ കരുതിയിരുന്നു. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതിയായിട്ട് ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് കോമ്പൻസേഷൻ കിട്ടണം. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ വന്ന് കാത്തു നിന്നിട്ട് എത്ര നേരമായി. ഞാൻ ഇപ്പോഴും ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ എല്ലാ ദിവസവും ഇപ്പോഴും എന്റെ അവസ്ഥ ഇപ്പോൾ ഇന്ന് 9ാമത്തെ മാസത്തിലേക്കാണ്. ഞാൻ 1 വർഷം എത്താറായി. കഴിഞ്ഞ ഡിസംബർ 29-ാം തീയതിയാണ് എനിക്ക് അപകടം നടന്നത്. അപ്പൊ തൊട്ട് എനിക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ആരും ഉത്തരവാദി അല്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഞായറാഴ്ച അവിടെ അങ്ങനെ ആളില്ല എങ്കിൽ അത് അടച്ചിടുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ പരിപാടി നടത്താൻ പുറത്തുള്ള ആൾക്ക് കൊടുക്കാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വളരെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. ഒരു പേരിന് ഒരാളെ സസ്പെൻഡ് ചെയ്യും, അടുത്ത ദിവസം കൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ ഒപ്പിടാനായിട്ട് അനുവദിക്കുകയും ചെയ്ത ഒരു GCDAയുടെ നടപടിയാണ് ഞാൻ കാണുകയുണ്ടായത്. അതുപോലെ തന്നെ കോർപ്പറേഷൻ ഓഫീസിലാണെങ്കിൽ ഒരു HIനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഏത് രീതിയിലാണ് അവര് റിലേറ്റഡ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വെറുതെ നമ്മളെ കണ്ണിൽ പൊടിയിടാൻ എന്നോണം ആ ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും സസ്പെൻഡ് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് വരുത്തി എന്നുള്ളതല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. പിന്നെ GCDയെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു എന്നറിഞ്ഞു. നമ്മൾക്ക് ലീഡർ വിഭാവനം ചെയ്ത ആ സ്റ്റേഡിയം എന്ന് പറയുന്നത് നമ്മൾക്ക് 45,000, അത് അന്ന് ഇനോഗ്രൽ സെറമണിക്ക് 54,000 പേരോളം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. 60,000 കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതിന്ന് അതിന്റെ സ്ട്രെങ്ത് കുറച്ചിട്ട് 30,000 ആക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്ട്രെങ്ത് കുറഞ്ഞത്? അത് നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ. ഈ സ്ട്രെങ്ത് കൂട്ടുന്ന വർക്കാണോ ഇവിടെ നടക്കുന്നത്? സ്ട്രെങ്ത് കൂട്ടാൻ എന്ത് രീതിയിലുള്ള വർക്കാണ് നടക്കുന്നത്?